ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ എനിക്ക് കുറച്ച് വൈകിയാണ്, ഇന്നലെ കൃത്യമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. എങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ കൈകളിലെത്തുള്ളൂ. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിൽ തുടക്കം തന്നെ നമ്മുടെ സുധീഷ് നിധിയെ വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിക്കാൻ പറ്റിയില്ലല്ലോ. ആ ഒരു സങ്കടത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. എന്നിട്ട് രാത്രിയായപ്പം കയറി വന്നപ്പോൾ സുധീഷ് നോക്കുമ്പോൾ നിധിയും അതുപോലെ നികേഷും ഹരീഷും സുഭാഷ് ഏട്ടനും എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുക. സാധാരണ സുഭാഷ് ചേട്ടനാണെങ്കിൽ അനിയന്മാരിൽ ആര് വന്നില്ലെങ്കിലും കഴിക്കില്ല, അവരെ നോക്കിയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഓട്ടം പോയാൽ മാത്രമാണ് സുഭാഷ് കാത്തിരിക്കാണ്ട്. അപ്പോൾ സുധീഷ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ചിരിച്ചും കളിച്ചും ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുക. സുധീഷ് വന്നില്ലെങ്കിൽ എന്താ, വന്നാലെന്താ, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നൽ സുധീഷിനായി പോവാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ഭാസ്കരനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സുധീഷ് നേരെ പോയി ആ കിണറിൻ്റെ വക്കത്തിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഭാസ്കരൻ നോക്കുമ്പോൾ സുധീഷ് മാറിയിരിക്കണം. അപ്പോൾ സുധീഷിൻ്റെ അടുത്തോട്ട് ഭാസ്കരൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയാം, അല്ല ഇതെന്താണ് നീ മാറിയിരിക്കണത്? അപ്പോൾ പറഞ്ഞ്, നീയും എന്നെ പോലെ പുറത്തായോടാ മോനേന്ന് ഭാസ്കരൻ സുധീഷിനോട് ചോദിക്കുകയാണ്. ഒന്ന് പോയ ഒരു സമാധാനത്തിനാണ് ഇവിടെ ഇരിക്കണത്, എന്നെ ഒന്ന് വെറുതെ വിടെന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ പറയും, അതെ എന്തായാലും നീ ഇപ്പം അവർക്ക് അവിടെ വലിയ ഇതുള്ള ഒരു റോളൊന്നും നിനക്കില്ല. പണ്ട് നിൻ്റെ സുഭാഷിയായിട്ട് നീ വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അനിയന്മാർ ആരെങ്കിലും ഒരാൾ വരാണ്ടിരുന്നാൽ കാത്തിരിക്കും. ഇപ്പം കണ്ടില്ലേ, നിധി കുഞ്ഞനിയത്തി മാത്രം മതി അവർക്ക് മൂന്ന് പേർക്കും. നിന്നെ ആ ഒരു രീതിയിലാക്കി. നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ കിടക്കുന്നതിൻ്റെ അപ്പുറത്തൊരു കട്ടിലിട്ട് നീയും കിടന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ സങ്കടം വന്നിട്ട് വയ്യ കേട്ടോ. സുധീഷ് പറയും, എന്നെ ഒന്ന് വെറുതെ വിടെന്നും പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് കുറേ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. എന്നിട്ട് നേരെ വീണ്ടും വീടിൻ്റെ അകത്തോട്ട് കയറാൻ വരുമ്പോഴത്തേക്ക് സുധീഷിന് മനസ്സ് അത്ര ഒരു ഇതില്ല. സുധീഷ് ആകെ ഒരു വിഷമത്തോടു കൂടി തിരിച്ച് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ്. ഇറങ്ങി നേരെ തോമസ് ചേട്ടൻ്റെ പിന്നെ ഇതിൽ പോയിരിക്കുകയാണ്, മറ്റേ അവരുടെ ട്രാവൽ ഏജൻസിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ തോമസ് ചേട്ടൻ നോക്കുമ്പോഴത്തേക്ക് രാത്രിയായി. അപ്പോൾ ഇവൻ എന്താ ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കണേന്ന് കരുതിയിട്ട് അവനെയും കൂട്ടി നേരെ ബാറിൽ പോവുകയാണ്. കാരണം സുധീഷ് ആകെ ഒരു ഇതായിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഓട്ടമില്ല, വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് തോമസ് ചേട്ടന് തോന്നുകയാണ്. അങ്ങനെ ബാറിൽ പോയി സുധീഷിന് അപ്പോൾ ബിയർ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ബിയറൊക്കെ ഓർഡർ ചെയ്ത് സുധീഷ് കഴിക്കാൻ തുടങ്ങി. ഒന്ന് രണ്ട് പെഗ് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ സുധീഷ് പതുക്കെ കരയാനും സങ്കടപ്പെടാനും വിഷമമൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ തോമസ് ചേട്ടൻ്റെ അടുത്ത് സുധീഷിൻ്റെ കാര്യങ്ങളൊക്കെ സുധീഷ് തുറന്നു പറയണം. അതായത് നിധിക്കൊരു വിലയില്ല, എന്നെ അവൾ ഒരിക്കലും ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതേസമയം സുഭാഷ് ചേട്ടൻ അവളുടെ മൂത്ത ഏട്ടനാണ്, അനിയന്മാർ കുഞ്ഞനിയന്മാരാണ്, അവർക്കും തിരിച്ച് അങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയണം. പക്ഷേ എനിക്കൊരു വില, മനുഷ്യൻ്റെ വില പോലും അവൾ തന്നിട്ടില്ല. ഇതൊക്കെ കരഞ്ഞ് ആ ഒരു മദ്യത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ഇങ്ങനെ പറയണത്. ആകെ വിഷമിച്ച്. അപ്പോൾ നമ്മുടെ തോമസ് ചേട്ടൻ ചോദിക്കും, എടാ നീ എത്രയായാലും അവളുടെ ഭർത്താവല്ലേ, നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലേ, നീ കെട്ടിയ താലിയല്ലേ അവളുടെ കഴുത്തിൽ കിടക്കണേന്നൊക്കെ പറയും. അപ്പോഴാണ് സുധീഷ് ആ നടന്ന കാര്യങ്ങൾ, അതായത് നിധിയെ കണ്ടുമുട്ടിയതും നിധിയുടെ വീട്ടിൽ നിധിക്ക് കല്യാണം വന്നതും. അപ്പോൾ പക്ഷേ സുധീഷിന് സുധീഷ് തോമസ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം, എനിക്കിതെല്ലാം ശരിയായ രീതിയിലാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത് മുതൽ ഞാൻ അവളെ സ്നേഹിക്കുന്നു. പക്ഷേ അവൾക്ക് എന്നോട് അങ്ങനെ സ്നേഹമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്താണ് കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അങ്ങനെ ഞാൻ അറിഞ്ഞ് എൻ്റെ മനസ്സോടുകൂടെ തന്നെയാണ് അവളെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചത്. പക്ഷേ അവളുടെ ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിവാഹമായിരുന്നു, ഒറിജിനലി നടന്നതാണെങ്കിൽ കൂടി. അങ്ങനെ ആ സത്യങ്ങളൊക്കെ തോമസ് ചേട്ടൻ്റെ അടുത്ത് പറയണം. അപ്പോൾ തോമസ് ചേട്ടൻ ചോദിച്ചു, എടാ ഇത്രയും നാൾ നീ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താണെന്ന് ചോദിക്കുക. അത് എന്നെ എല്ലാവരുടെ അടുത്തും പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ തോമസ് ചേട്ടൻ പറഞ്ഞു, നീ ഇനിയിപ്പോൾ കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ഓർക്കണ്ട, ഇപ്പോൾ നിലവിൽ നിൻ്റെ കൂടെയാണല്ലോ, നിൻ്റെ വീട്ടിലാണല്ലോ നിധി. അപ്പോൾ അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ, പക്ഷേ ആ കുട്ടിക്ക് എങ്ങനെ പറയാം, പോലീസ് സ്റ്റേഷനിൽ അന്ന് നിന്നെ പോലീസ് പിടിച്ച് ഇട്ട സമയത്ത് ആ കുട്ടിയുടെ വിഷമവും അതൊക്കെ കണ്ടാൽ അറിയാം, ആ കുട്ടിക്ക് നിന്നോട്
ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഏത് രീതിയിലാണ് അത് അങ്ങനെ ഉള്ളിൽ ഒതുക്കി കൊണ്ട് നടക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. കാരണം ആ കുട്ടിയുടെ വിഷമം കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ നീ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നീ ഒരു ഭർത്താവായിട്ട്, നിൻ്റെ ഭാര്യയാണ്, നിൻ്റെ വീട്ടിലാണ്, അതൊക്കെ നിനക്കറിയാലോ. അപ്പോൾ നീ ആ രീതിയിൽ തന്നെ അവളോട് അടുത്തങ്ങ് ഞാൻ ഭർത്താവ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ജീവിക്കാൻ പറയും. അപ്പോൾ സുധീഷ് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് തോമസ് ഏട്ടൻ പറയും, എന്നാലും നീ ഇത്രയും നാൾ ഈ കാര്യങ്ങളൊന്നും എന്നോടൊന്നും പറയാൻ പാടില്ലായിരുന്നോ? അത് മാത്രമല്ല, ഇപ്പം നിൻ്റെ ഭാര്യയ്ക്കൊരു ജോലിയുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്നെ പോലെയുള്ള ചെറുക്കന്മാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ പെട്ടെന്ന് ഇടിച്ച് കയറി ആ ഒരു സ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതും പറ്റില്ല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ അവളുമായിട്ട് ഒരു ഭർത്താവ് എന്ന രീതിയിൽ, ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്ന രീതിയിൽ തന്നെ നീ അങ്ങോട്ട് ഇടപഴകാൻ പറയും. അപ്പോഴാണ് സുധീഷ് പറയണത്, ഞാൻ ചേട്ടന്മാരെ കൂടെയാണ് കിടക്കണത്, അവൾ പ്രത്യേക റൂമിലാണ്, അപ്പോൾ അതൊക്കെ മാറ്റി അവളെ കൂടെ തന്നെ നീ കഴിയണം എന്നുള്ളതൊക്കെ പറഞ്ഞ് തോമസ് ഏട്ടൻ സുധീഷിനെ ഉപദേശിച്ച് അങ്ങ് വിടുകയാണ്. അപ്പോൾ ഈ ഉപദേശമൊക്കെ കേട്ടും പറയാനുള്ള സങ്കടങ്ങളൊക്കെ എല്ലാം പറഞ്ഞ്, കാരണം തോമസ് ഏട്ടൻ്റെ ഇത് തന്നെ പറയുന്നുണ്ട്. അതായത് കുറേ നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇഷ്ടം നിന്നിൽ അവൾക്ക് വരും. അപ്പോൾ അത് ചിലപ്പോൾ നീ ഇടിച്ച് കയറി അങ്ങോട്ട് ആ ഒരു അധികാരം കാണിക്കാനാണെങ്കിലും അവൾ കാത്തിരിക്കുന്നത്. ചില പെണ്ണുങ്ങൾ അങ്ങനത്തെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് നീ ആ രീതിയിൽ തന്നെ പെരുമാറിക്കോളാൻ പറയുന്നുണ്ട്. അതായത് അവൾ പറയണതൊന്നും നീ കണക്കാക്കണ്ട, നീ ഒരു ഭർത്താവ് എന്ന സ്ഥാനത്തോടു കൂടി അങ്ങ് ഇടിച്ച് കയറി അവളടുത്ത് മിണ്ടിക്കുമെന്നങ്ങ് പറയണേ. അപ്പോൾ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി സുധീഷ് പിന്നെയും കുറേ കൂടെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വരണം. വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ചേട്ടനും അനുജനും അനിയന്മാരും ഒക്കെ കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് സുധീഷ് ആ നേരെ കതകടച്ചിട്ടില്ലായിരുന്നു കേട്ടോ, നേരെ ആ ഉമ്മറത്ത് വന്ന പടിപ്പുറത്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു കണ്ണീർ കായലിലേത് സോങ്ങൊക്കെ പാടി ഇങ്ങനെ സങ്കടപ്പെട്ട് ഫുൾ ഫിറ്റാട്ടോ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഭാസ്കരൻ ചോദിക്കും, ആഹാ എൻ്റെ മോൻ എന്നെ പോലെ തന്നെ പാത തുടർന്ന് വരികയാണോ എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് വന്ന് അടുത്തിരുന്ന് സുധീഷിനെ ചേർത്തൊക്കെ പിടിക്കണം. അപ്പോൾ സുധീഷ് പറയും, എനിക്ക് വീട്ടിൽ സമാധാനം തരൂലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ്റെ അടുത്ത് പറയും, അതെ അങ്ങോട്ട് പോയി കിടക്കെന്നൊക്കെ പറഞ്ഞ് ഉച്ചയെടുക്കും സുധീഷ്. അപ്പോൾ ഭാസ്കരൻ പറയടാ മോനെ, നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ, നീ ഒരു മദ്യപാനി ആവരുത്. നീ ഒരു ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ അവളെ സ്നേഹിക്കുന്ന പോലെ അവളും നിന്നെ സ്നേഹിക്കും. നീ ഇങ്ങനെ മദ്യമൊന്നും അടിച്ച് വന്ന് ഇതാവണ്ട എന്നൊക്കെ പറഞ്ഞ് ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇങ്ങും അവൾ അങ്ങും കഴിയുമ്പോൾ എങ്ങനെയാടാ നിന്നെ അവൾ അംഗീകരിക്കണത്? അതുകൊണ്ട് നീ നിൻ്റേതായ രീതിയിൽ, നീ കെട്ടിയ താലി അവളെ കഴുത്തിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് നീ ആ രീതിയിൽ നിധിയോടെ ഇടപഴകി പോകണം. ഇവിടെ എല്ലാവരും അവളെ കുഞ്ഞനിയത്തിയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ കണ്ടാ പോണത്. അല്ലാണ്ട് നീയും അവൾ ഒരുമിച്ചൊരു ഭാര്യ ഭർത്താവായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെയുള്ളവന്മാർക്കൊന്നും ഒരാഗ്രഹവും ഇല്ല. അവർക്കിപ്പോൾ അതായത് ഹരീഷിനും നികേഷിനും സുഭാഷിനും ഒക്കെ അവൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നാൽ മതി. അതിപ്പോൾ നിൻ്റെ ഭാര്യയായിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, അവരെ സഹോദരിയായിട്ടായാലും മതി. അവരെ കൂടപ്പിറപ്പിനെ പോലെയാണ് അവർ കാണുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, നീയും അവളും ഒരു ഭാര്യ ഭർത്താവായിട്ട് തന്നെ ജീവിച്ച് ഒരു കുടുംബമായിട്ടൊക്കെ ജീവിച്ച് കാണണം എന്നൊക്കെയാണ് ആഗ്രഹമെന്ന് ഭാസ്കരൻ നമ്മുടെ സുധീഷിനോട് പറയണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് അപ്പോൾ തോമസ് ഏട്ടൻ്റെ ഉപദേശവും അതുപോലെ നമ്മുടെ ഭാസ്കരൻ്റെ ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് സുധീഷ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. താൻ ഇങ്ങനെ പോയാൽ പറ്റില്ല, താൻ എന്ന് വെച്ചാൽ ആൾ നോർമലല്ല, അപ്പോൾ ഇങ്ങനെ പോയാലൊന്നും പറ്റില്ല. ഒരു ഭാര്യ എന്ന സ്ഥാനവും അല്ലെങ്കിൽ ഞാനൊരു ഭർത്താവാണ് എന്നുള്ളതൊക്കെ നിധിക്ക് ബോധ്യപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നിധിയുടെ കൂടെ കിടക്കണം എന്നുള്ള രീതിയിൽ ഈ ഹരീഷിനെയും നികേഷിനെയും അതുപോലെ സുഭാഷ് ഏട്ടനെയും ഉണർത്താണ്ട് നേരെ എഴുന്നേറ്റ് പോയിട്ട് നമ്മുടെ നിധിയുടെ ഡോറിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. പിന്നെ കാണിക്കണത് എന്നാന്ന് വെച്ചാൽ നിധി ഡോർ അങ്ങനെ കുറ്റിയൊന്നും ഇപ്പോൾ ഇടാറില്ല, ജസ്റ്റ് ചാരിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ സുധീഷ് നേരെ ചെന്ന് നിധി കിടക്കുന്ന കട്ടിലിൽ കിടക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ഈ കട്ടിലിന് അനക്കം കേട്ട് നിധി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആരോ അടുത്ത് കിടക്കുന്നു. പെട്ടെന്ന് നിധി ചാടി എഴുന്നേൽക്കുകയാണ്, കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സീനൊക്കെ ഇനി വരും എപ്പിസോഡുകളിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം പുതിയ വിശേഷങ്ങൾക്കായിട്ട്. നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ അപ്പോൾ ഇന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏകദേശം ഒരു ഇൻട്രോ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾക്ക് തലേദിവസം തന്നെ നമ്മൾ പ്രൊമോ ഇട്ട് പോകുന്നതാണ്. അപ്പോൾ സമയത്തിലൊക്കെ കുറച്ച് മാറ്റം വന്നു, കാരണം എനിക്ക് പ്രൊമോ കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ ആ കൃത്യസമയം
സമയത്ത് തന്നെ മാക്സിമം ഞാൻ ഇടാനായിട്ട് നോക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഇന്നലെ തന്നെ ഞാൻ രാത്രി അപ്ലോഡ് 9 മണി കഴിഞ്ഞപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം. അപ്പോൾ 2 സീരിയലും 2 ചാനലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈപ്പ് എന്ന ബട്ടൺ, സ്റ്റാർ ബട്ടണും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് വരുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.